മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും അടുത്തായതുകൊണ്ട് നമുക്ക് ഏറ്റവും അവൈലബിളായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ അർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു സ്പോട്ട് കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇവിടുത്തെ ഏറ്റവും മേജർ ടൂറിസ്റ്റ് സ്പോട്ടാണിത്. മലേഷ്യയിലെ പെട്രോണസ് ട്വിൻ ടവേഴ്സ്. ഏത് സമയത്തും ഏത് ദിവസവും ഇവിടുത്തെ തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അധികമാണ്. പിന്നെ വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ പ്രത്യേക ഡേയ്സിലൊക്കെ പറയും വേണ്ട കേട്ടോ. ഈ ഒരു കളറിൽ ഞാൻ ട്വിൻ ടവേഴ്സ് കാണുന്നത് ആദ്യമായിട്ടാണ്. പൊതുവേ എല്ലാ ദിവസവും ഇതിങ്ങനെ സിൽവർ കളറിലാണ് നിൽക്കുന്നതെങ്കിലും ചില സ്പെഷ്യൽ ഡേയ്സിൽ മാത്രം ഇങ്ങനത്തെ ലൈറ്റ് ഷോസ് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്ത് ബോറടിപ്പിക്കണ്ടല്ലോ. അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയ്ക്കൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു വാട്ടർ ഷോയുടെ മുന്നിലാണ്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. പിന്നെ അവർക്ക് വേണ്ടത് പാർക്ക്, പൂള് എല്ലാം തന്നെ ഇവിടെ ഒരൊറ്റ കുടക്കീഴിൽ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് പേര് നടക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. മൊത്തത്തിൽ രാത്രിയൊക്കെ പ്രത്യേകിച്ചും നല്ല വൈബ് തന്നെയാണ് ഇവിടെ കേട്ടോ. ഇത് രണ്ടും 2 ദിവസമായിട്ടെടുത്ത വീഡിയോസാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ട്വിൻ ടവർ അതിൻ്റെ ഒറിജിനൽ കളറിൽ കാണാൻ പറ്റും. എനിക്കെന്തായാലും ഈ ഒരു സിൽവർ കളറിനായിട്ട് ഇഷ്ടമായത് ആ ഒരു റെഡ് കളറിൽ ഉള്ള ട്വിൻ ടവറാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ 2 വർഷം മുന്നേ ഇതുപോലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീക്രിയേഷൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ സാധനം. ഒരുപാട് വലുതായിപ്പോയി. പിന്നെ അതാ മക്കൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നൈറ്റ് വ്യൂ നോക്കി എന്ത് ഭംഗിയല്ലേ. ഇതിന് ഓരോ വ്യൂ പോയിൻ്റ് നോക്കുമ്പോഴും വേറെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തേക്ക്. അടുത്ത വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.